ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്നലെ അമ്മയും അനിയത്തിയും കുഞ്ഞുങ്ങളും അപ്പച്ചനും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂ ഒക്കെ ആയിരുന്നു. അത് കഴിച്ചിട്ട് ഞങ്ങൾ റെഡിയായി ആങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. അവർ താമസിക്കുന്ന അയർക്കുന്നത്താണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് നേരെ കൈതേപ്പാലത്തെത്തി. കൈതേപ്പാലത്ത് നിന്ന് ഇനി ഒരു ബസ് കയറി കഞ്ഞിക്കുഴിയിൽ ഇറങ്ങണം. അവിടെ നിന്ന് വേണം നമുക്ക് അയർക്കുന്നത്തിന് പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. ബസ്സിൽ കയറി. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ബസ്സിൽ ആൾക്ക് കുറവായിരുന്നു. ബസ്സൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഞ്ഞിക്കുഴിയിൽ ഇറങ്ങി. കഞ്ഞിക്കുഴിയിൽ നിന്ന് നേരെ അയർക്കുന്നം ബസ്സിന് കിട്ടാഞ്ഞുകൊണ്ട് മണർകാട് ഇറങ്ങി. മണർകാട് നിന്ന് നേരെ അയർക്കുന്നത്തെത്തി. കുഞ്ഞിന് 1-2 ഉടുപ്പുകൾ സെലക്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്തു. കുഞ്ഞിനൊരു ഉടുപ്പൊക്കെ എടുത്തു. പിന്നെ ഇനി ബിജിനാമോക്ക് ഒരു ടോപ്പും കൂടി എടുക്കണം. അങ്ങനെ ബിജിനാമോക്ക് ഒരു ടോപ്പ് സെലക്ട് ചെയ്തു. അതും നമ്മളെടുത്തു. എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഒരു ബേക്കറിയിലേക്കാണ്. ബേക്കറിയിൽ പോയി 1-2 ഐറ്റംസൊക്കെ വാങ്ങി. ആത്തുകൂട്ടനൊരു ജ്യൂസും ഒരു കിൻഡർ ജോയൊക്കെ മേടിച്ച് ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലെത്തി. ഇവിടെയാട്ടോ ആങ്ങളെയും ഭാര്യയും കുഞ്ഞും താമസിക്കുന്നത്. ബിജിനാമോൾ നന്നായിട്ട് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അമ്മയും അപ്പച്ചനും ആദ്യം അകത്തേക്ക് കയറി. ബിജിനാമോൾ മാത്തുകൂട്ടനെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. ഞങ്ങൾ ആ ചെടിയുടെ ഭംഗിയൊക്കെ നോക്കി അവിടെ നിന്നതിന് ശേഷം പതുക്കെ കേട്ടോ അകത്തേക്ക് കയറിയത്. നന്നായിട്ട് അവൾ ചെടിയെല്ലാം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. കെസിയ ആദ്യമായിട്ടാട്ടോ റൂബനെ കാണുന്നത്. കാരണം ബിജിനാമോളും കെസിയായി ഏകദേശം ഒരു 3 മാസത്തെ ഡിഫറൻസിലാട്ടോ ഡെലിവറി കഴിഞ്ഞ് കിടന്നത്. അതുകൊണ്ട് അവർ പരസ്പരം കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് റൂബനെ കണ്ടപ്പോഴത്തേക്കിനും അവൾക്ക് ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു. എല്ലാ ദിവസവും വീഡിയോ കോളിൽ കാണുന്നുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമല്ലേ, അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ മാത്തുക്കുട്ടനും റൂബൻ്റെയും ആദ്യത്തെ മീറ്റാണ് ഈ കാണുന്നത്. നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പച്ചനും ഇന്ന് ആദ്യമായിട്ടാട്ടോ കുഞ്ഞിനെ കാണുന്നത്. അങ്ങനെ അപ്പച്ചനും കുഞ്ഞിനെ വിളിക്കുകയും കുഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. റൂബനും എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരുടെ ഭാഷയായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊക്കെ ചിണുങ്ങി റൂബനെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ ഞങ്ങളുമായിട്ടൊക്കെ സെറ്റായിട്ടോ. ബിജിനാമോൾ മാത്തുകൂട്ടനെ എടുത്ത് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. അവർക്ക് പരസ്പരം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ റൂബൻ ജാൻസിയോട് വർത്താനമൊക്കെ പറയുകയാണ്. എന്തൊക്കെയോ വിശേഷങ്ങൾ അവൻ പറയുന്നുണ്ട്. അവനെ കൊണ്ടാകുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വെളിയിലേക്ക് ഇറങ്ങി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പരസ്പരം വർത്താനമൊക്കെ പറഞ്ഞു കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പച്ചൻ പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് വണ്ടിയൊക്കെ കുറവായതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങണം എന്ന് ഓർത്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അയർക്കുന്നത്തെത്തിയപ്പോൾ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു. ഇത് കുറച്ച് ചുറ്റിക്കറങ്ങി പോകുന്ന വണ്ടിയാണെങ്കിൽ തന്നെ ഞങ്ങൾ അതിനകത്ത് കയറി കേട്ടോ. അവിടെ നേരെ കഞ്ഞിക്കുഴി ഇറങ്ങണം. കഞ്ഞിക്കുഴിയിൽ നിന്ന് നേരെ നമ്മൾ കൈതേപ്പാലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വേണം വീട്ടിലേക്ക് എത്താൻ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ സന്ധ്യയായി. റോയിച്ച് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ആൾ പാട്ടൊക്കെ ഇട്ട് നല്ല ചില്ലൊക്കെ അടിച്ചിരിക്കുമായിരുന്നു. ഞങ്ങൾ വേഗം വീട്ടിലെത്തി. വൈകിട്ടത്തേക്കിനുള്ള ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. ടാറ്റ.